ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പാർട്ടി സ്പീക്കർ വാങ്ങാനായിട്ട് ഓൺലൈനിൽ കുറെ റിസർച്ച് ചെയ്ത് നോക്കി. എന്റെ റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാരി നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം, അതേപോലെ ഒരു 10,000 രൂപയുടെ താഴെ റേഞ്ചിൽ നിൽക്കുന്ന പാർട്ടി സ്പീക്കർ ആയിരിക്കണം. അങ്ങനെ കുറെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഗോവോ ഗോലൗഡ് 900 എന്ന് പറയുന്ന ഒരു സ്പീക്കർ കണ്ടിപ്പെട്ടത്. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, ആമസോണിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഗോവോ ഗോലൗഡ് 900 എന്ന് പറയുന്ന ഈ ഒരു പുതിയ സ്പീക്കറിന്റെ അൺബോക്സിംഗ്, അതേപോലെ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഏകദേശം 2 വീക്സ് ആയിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂസ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി അൺബോക്സിംഗിലേക്ക് കടക്കാം. ഈ കാണുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് കളർ ഫിനിഷിംഗോട് കൂടിയ ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗോവോ ഗോലൗഡ് 900 എന്നാണ് ഇതിന്റെ മോഡൽ. ഇതിന്റെ സ്പെസിഫിക്കേഷൻസും കുറെ ഫീച്ചേഴ്സും ഒക്കെ ബോക്സിന് ഓരോ സൈഡിലായിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ബോക്സിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാണ്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനുള്ളിൽ ലഭിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം ഇതിൽ ലഭിക്കുന്നത് ഇതിന്റെ യൂസർ മാനുവലും വാറന്റി കാർഡുമാണ്. പിന്നെ ഒരു വയർലെസ് മൈക്ക് ഉണ്ട്, ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്, ഓക്സ് കേബിളും USB ചാർജറും, പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള പാർട്ടി സ്പീക്കറുമാണ് ബോക്സ് കണ്ടന്റ് ആയിട്ട് ലഭിക്കുന്നത്. സ്പീക്കർ എടുത്ത് വെളി വെച്ചപ്പോൾ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തതിന്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ ആണ്. നല്ല സോളിഡ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിനുണ്ടെന്നുള്ള കാര്യം ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ ഇതൊന്ന് എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 5.7 kg ആണ് ഇതിന്റെ വെയിറ്റ്. ഓവർ വെയിറ്റ് ഒന്നും അല്ല, ഒരു മീഡിയം വെയിറ്റ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എവിടെ വേണമെന്നുണ്ടെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ടോപ്പ് സൈഡിൽ ഇതേപോലെ ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ ഒരു ഹാൻഡിൽ നൽകിയിരിക്കുന്നത്. ഈ സ്പീക്കറിന്റെ ഹാൻഡിലിനുള്ളിലും ഇതേപോലെ LED ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ LED ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പാറ്റേൺ നമുക്ക് ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിന്റെ ഒരു സൈഡിൽ നിന്നുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഹാൻഡിനുള്ളിലുള്ള LED ലൈറ്റിന്റെ ലുക്കാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു സ്പീക്കർ നമുക്ക് വെർട്ടിക്കലായിട്ട് മാത്രമേ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ബോട്ടം സൈഡിലായിട്ട് ചെറിയ റബ്ബർ ബുഷസും നൽകിയിട്ടുണ്ട്. ചില പാർട്ടി സ്പീക്കർ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് വെർട്ടിക്കലായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി സ്പീക്കേഴ്സിന്റെ ഒക്കെ സ്വിച്ചസും കാര്യങ്ങളും ഒക്കെ അതിന്റെ സൈഡിലായിട്ടായിരിക്കും നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഹൊറിസോണ്ടൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു സൗകര്യവും അങ്ങനെയുള്ള പാർട്ടി സ്പീക്കറിൽ നൽകിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇതിൽ വെർട്ടിക്കലാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ടോപ്പിലായിട്ടാണ് എല്ലാ സ്വിച്ചസും പോർട്സും കാര്യങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നത്. ഇനി ഈ സ്പീക്കറിന്റെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ LED ഫ്ലെയിം ലൈറ്റ്സ് ആണ്. ഈ ഒരു സ്പീക്കറിന് ഈ LED ഫ്ലെയിം ലൈറ്റ് കിട്ടില്ല ലുക്കാണ് നൽകുന്നത്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള LED ഫ്ലെയിം ലൈറ്റ്സ് മോഡ്സ് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഓരോന്നും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നൽകിയിരിക്കുന്ന LED ഫ്ലെയിം ലൈറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് ബീറ്റുമായിട്ട് സിങ്ക് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുക. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ നല്ലൊരു ലുക്ക് ഈ ഒരു സ്പീക്കറിന് നൽകും. ഇപ്പോൾ ഒരു പാർട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വൈബ് വേറെ ലെവലിലേക്ക് ഈ LED ഫ്ലെയിം ലൈറ്റ്സിനെ മാറ്റാനായിട്ട് സാധിക്കും. ഈ LED ഫ്ലെയിം ലൈറ്റ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഈ സ്പീക്കറിൽ നൽകിയിരിക്കുന്ന പോർട്സും ബട്ടൺസും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ മൈക്ക് ഇൻ പോർട്ടുകൾ 2 എണ്ണം നൽകിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓക്സിൻ പോർട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ അടുത്തായിട്ട് TF കാർഡ് ഇട്ടുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഓഫ്ലൈൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു TF കാർഡ് പോർട്ട് നൽകിയിട്ടുണ്ട്. ഒരു USB പോർട്ട് ഉണ്ട്. അതിനടുത്തായിട്ട് DC9 പോർട്ട്, ഒരു ചാർജിംഗ് പോർട്ട് കൂടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് പവർ ഓൺ ഓഫ് ബട്ടൺ. അതിന്റെ താഴെയായിട്ട് വലിയ സൈസ് 2 പ്ലസ് മൈനസ് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വോളിയം അപ്പ് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു 6 ചെറിയ ബട്ടൺസ് കൂടെ നൽകിയിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോങ് പ്രീവിയസിലേക്ക് പോകാനും ഇതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോകാനും സാധിക്കും. അതിന്റെ താഴെയായിട്ട് LED എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെന്റ് പാറ്റേണിലുള്ള LED ഫ്ലെയിം ലൈറ്റുകൾ കാണാൻ സാധിക്കും. അതിന്റെ അടുത്തുള്ള ഈ TWS ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് 2 സ്പീക്കറുകൾ ഒരേ സമയം പെയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡ്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബ്ലൂടൂത്ത്, ഓക്സ് അങ്ങനെ മോഡ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനടുത്തായിട്ട് മെനു ബട്ടണും നൽകിയിട്ടുണ്ട്. നമ്മൾ ഏത് സ്പീക്കർ വാങ്ങിയാലും, ഒരു നോർമൽ സ്പീക്കർ ആയാലും പാർട്ടി സ്പീക്കർ ആയാലും ഒക്കെ തന്നെ അതിന്റെ കണക്ടിവിറ്റി ഏതൊക്കെ രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഈ ഒരു സ്പീക്കറിൽ നമുക്ക് ബ്ലൂടൂത്ത് 5.3 ആണ് നൽകിയിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഈ ബ്ലൂടൂത്ത് 5.3 ലഭിക്കും. അതിനോടൊപ്പം ഓക്സ് കേബിൾ, USB കേബിൾ ഉപയോഗിച്ച് വയർഡ് കണക്ഷനും ഇതിൽ ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ആയിട്ട് പാട്ട് കേൾക്കാൻ ഇതിൽ നമുക്ക് TF കാർഡും ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ സ്പീക്കർ എങ്ങനെ വയർലെസ്ലി നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി സ്പീക്കർ വയർലെസ്ലി കണക്ട് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ബ്ലൂടൂത്ത് ഓപ്പൺ ആക്കി ബ്ലൂടൂത്ത് സെറ്റിംഗ്സിലേക്ക് വരിക. നമ്മുടെ പാർട്ടി സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ഡിവൈസിൽ ഗോലൗഡ് 900 എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് പെയർ ചെയ്യുക.
ഇപ്പോൾ വയർലെസ്ലി ഇത് ഫോണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഈ സ്പീക്കറിന്റെ മാക്സിമം ഔട്ട്പുട്ട് 200 വാട്ട്സ് ആണ്. കമ്പനി പറയുന്നത് ഇതിന്റെ പ്ലേ ടൈം 50% വോളിയത്തിലാണെന്നുണ്ടെങ്കിൽ 6 hours കിട്ടുമെന്നാണ്. അതേപോലെ ചാർജിംഗ് ടൈം ഏകദേശം ഒരു 4 to 5 hours നമുക്ക് ഇത് ഫുൾ ചാർജ് ആക്കി എടുക്കാനും സാധിക്കും. ഇതിലെ ബാറ്ററി കപ്പാസിറ്റി നൽകിയിരിക്കുന്നത് 5200 mAh ആണ്. ഇനി ഇതിൽ ഇക്വലൈസർ എന്ന് പറയുന്ന ഒരു ബട്ടൺ റിമോട്ടിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡ്സ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മ്യൂസിക് മോഡ് ഉണ്ട്, മൂവി മോഡ് ഉണ്ട്, അതേപോലെ പാർട്ടി മോഡ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡ്സ് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് ഇട്ടതിന് ശേഷം ആ മോഡ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ പാർട്ടി സ്പീക്കറിനോടൊപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയർലെസ് മൈക്ക് കൂടെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നിങ്ങൾ പാട്ട് പാടാനൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരോക്കെ മോഡും ഈ ഒരു പാർട്ടി സ്പീക്കറിൽ ലഭിക്കുന്നുണ്ട്. ഈ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനായിട്ട് സാധിക്കും. ഈ മൈക്ക് വയർഡ് അല്ല, വയർലെസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനുള്ളിലും ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് 2 ബാറ്ററീസ് ഇട്ടെങ്കിൽ മാത്രമേ ഇതും വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിന്റെ മെയിൻ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൗണ്ട് ക്വാളിറ്റി ഇതിന്റെ കിഡുമായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ബാസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു ഓഡിയോ സാമ്പിൾ ഒന്ന് കേട്ടു നോക്കാം. വാട്ട്സിന്റെ നല്ല സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ക്വാളിറ്റിയും ക്ലാരിറ്റിയും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ലൗഡ്നെസ്സും അത്ര മോശമല്ല. നല്ല ലൗഡ്നെസ്സും ഈ ഒരു പാർട്ടി സ്പീക്കറിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ഇതിലെ EQ മോഡ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് ഡിഫറെന്റ് മോഡ്സ്, മൂവി മോഡ്, അതേപോലെ പാർട്ടി മോഡ് ഇട്ട് കഴിയുമ്പോൾ നല്ല ബേസും ഒരു പാർട്ടിയുടെ മൂഡിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് ആണ് കിട്ടുക. അപ്പൊ ആ ഒരു EQ മോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് മൂവി മോഡ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കർ ഉപയോഗിക്കാം. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. LED ചേഞ്ച് ചെയ്യാം, ഓൺ ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഇക്വലൈസർ മോഡ്, അതേപോലെ ഇതിന്റെ മോഡ്, മെനു, ഫങ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് റിമോട്ടിലൂടെ സാധിക്കും. അപ്പൊ റിമോട്ട് ഇതിന്റെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടാണ് ഈ ഒരു പാർട്ടി സ്പീക്കറിൽ. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോവോ ഗോ ലൗഡ് 900 എന്ന് പറയുന്ന പാർട്ടി സ്പീക്കർ ഞാൻ ഉപയോഗിച്ചിടത്തോളം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതുമാണ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇപ്പോൾ ആമസോണിൽ 999 ആണ്. ഒരുപക്ഷെ നിങ്ങൾ വാങ്ങുന്ന സമയത്തിന്റെ പ്രൈസിൽ എന്തെങ്കിലും വേരിയേഷൻ വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.